نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وللذين كفروا في تكذيب والله من ورائهم محيط بل هو قرآن مجيد في لوح محفوظ صدق الله العلي العظيم അള്ളാഹുവിന്റെ ദീനിലെ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സഹോദരികളെ, റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മുറുകെ പിടിച്ച് തഖ്വയോടുകൂടി ജീവിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പന ജീവിതത്തിൽ ഉടനീളം പാലിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗം നേടിയെടുക്കുകയും ചെയ്യണമെന്ന് ആദ്യം എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമുക്കറിയാം, ഇസ്ലാം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആധാരമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ സമൂഹത്തിനും തലമുറക്കും നൽകാവുന്ന ഈ ഭൂമിയിലെ ഏറ്റവും അനുഗ്രഹീതമായ വിഭവം എന്ന് പറയുന്നതും ഖുർആനാണ്. ഖുർആനിനെ കാലോചിതമായി മനസ്സിലാക്കുക, പഠിക്കുക, പഠിപ്പിക്കുക എന്ന് പറയുന്നത് അതാത് കാലഘട്ടത്തിലെ പ്രവാചക ദൗത്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകത്വം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി ഈ ദൗത്യം, പ്രവാചക ദൗത്യം വിശുദ്ധ ഖുർആൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിർവഹിക്കുക, വിശുദ്ധ ഖുർആനിനെ ജീവിതത്തിലേക്ക്, മനുഷ്യന്റെ പ്രായോഗിക രംഗത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല നാളെ മഹ്ശറയിൽ വെച്ച് ഏറ്റവും വലിയ വിചാരണയ്ക്ക് വിധേയപ്പെടുത്തുന്ന കാര്യമാണ്. ഇത്തരം സന്ദർഭത്തിൽ ആരാണോ അതിനോട് നീതി പുലർത്തി രക്ഷപ്പെട്ടത് അവർ മാത്രമാണ് യഥാർത്ഥത്തിൽ വിജയികളായി മാറുകയുള്ളൂ. ഇതൊരു സത്യമാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ മാത്രമാണ് ഏറ്റവും വലിയ ശരി എന്ന് വാദിക്കുന്നത് അതൊരർത്ഥമില്ലാത്ത വാദമാണ്. എല്ലാത്തിലും ശരിയുണ്ട്, അതുപോലെ ഒരു ശരി ഖുർആനിലുമുണ്ട് എന്നാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഖുർആനിലൂടെ പോയാൽ മാത്രമേ ഒരു മനുഷ്യൻ രക്ഷപ്പെടുകയുള്ളൂ, ശാശ്വതമായി സ്വർഗത്തിൽ എത്തുകയുള്ളൂ എന്നൊക്കെ പറയുന്നത് ഒരു തീവ്രവാദമല്ലേ, ഭീകരവാദമല്ലേ എന്ന് നമ്മളുടെ മക്കളോട് ചോദിച്ചാൽ അത് കൃത്യമായി വിവരിച്ചു കൊടുക്കുവാൻ, നീയും ഇത്തരം തീവ്രവാദിയുടെ മകനാണോ, ഇത്തരം ഭീകരവാദിയുടെ മകനാണോ, അത്തരം ഭീകരവാദത്തിൽ നീയുണ്ടോ എന്നൊക്കെ പുതിയ തലമുറയോട് അവരുടെ ക്യാമ്പസിൽ വെച്ചോ അല്ലെങ്കിൽ അവരുടെ സഹപാഠികൾക്കിടയിൽ എപ്പോഴെങ്കിലും മിന്നി മറയുന്ന ചർച്ചയിലോ ചോദ്യം ചെയ്യപ്പെട്ടാൽ അതാണെന്ന് ആർജവത്തോടുകൂടി പറയാൻ തൻ്റെ ഇടമുള്ള എത്ര മക്കൾ നമുക്കിടയിൽ ഉണ്ട്, നമ്മുടെയൊക്കെ മക്കളുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് നമ്മൾ
പരിശോധിക്കേണ്ടതാണ്. എന്നാൽ ഇത് ലഭ്യമായി അന്തസ്സോടും അഭിമാനബോധത്തോടും കൂടി ഖുർആനിന് വേണ്ടി സംസാരിക്കാൻ സാധ്യമല്ലാത്ത ഒരു വിശ്വാസി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ 4 കൽപ്പനകൾ ഖുർആൻ പറഞ്ഞല്ലോ, വൽ അസ്ർ, കാലമാണ് സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ നഷ്ടത്തിലാണ്, ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്. ഇതാണ് വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു ഇലാഹുമില്ല അല്ലാഹു ഒഴികെ. എന്നിട്ട് വിശുദ്ധ ഖുർആൻ അതിന്റെ വിശദീകരണമാണ്. ഈ വിശദീകരണമാകുന്ന സത്യം, ഈ ഹക്ക്, അത് ജനത്തോട് പറയാൻ സാധ്യമൽ ആവണം. ബിൽ ഹക്ക്, ഈ ഹക്ക് കൊണ്ട് ഉപദേശിക്കുവാൻ, പറയുവാൻ ഉള്ള ആർജവും തന്റേടവും ഒക്കെ നമ്മളുടെ സന്താനങ്ങൾക്കും തലമുറക്കും നമ്മുടെ സ്വന്തത്തിനും നമ്മൾ നേടിയെടുക്കുകയും അത് നേടിയെടുക്കുന്നതിൽ സബർ കാണിക്കാൻ, അതിന് ക്ഷമയോടുകൂടി, അതിനെന്തൊക്കെ മാറ്റിവെക്കേണ്ടതുണ്ടോ അതൊക്കെ മാറ്റിവെച്ചിട്ട് സബറോടുകൂടി അതിന്റെ മുമ്പിൽ ഇരുന്നു കൊടുക്കാൻ മാത്രമല്ല അത് പ്രയോഗവൽക്കരിക്കുവാനും അത് നടപ്പാക്കുവാനും നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ മരണപ്പെട്ടാൽ ഖബറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അത് നമ്മളുടെ മകൻ ഉത്തരം പറയാൻ സാധിക്കും. നമുക്കത് ഉത്തരം പറയാൻ സാധിക്കും. ഇമാമുക്ക, നീ ആരെ മുൻനിർത്തിയാണ്, നീ ഏതിനെ മുൻനിർത്തിയാണ്, എന്തിനെ മുൻനിർത്തിയാണ് നീ ഭൂമുഖത്ത് ജീവിച്ചത്? ഖുർആനിനെ ഇമാമാക്കിക്കൊണ്ടാണ് എന്ന് പറയാൻ സാധിച്ചാൽ അതാണ് ഭൂമിയിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. അതിനെന്ത് വേണം? നമ്മൾ ഈ ഗ്രന്ഥം അത് ആധികാരികമായി പറയാൻ സാധിക്കണം. ഇത് മാത്രമാണ് ശരി. ഇന്ന് ചോദിക്കുകയാണ്, ബൈബിളിലും കുറെ സത്യങ്ങളുണ്ടല്ലോ, ഗീതയിലും കുറെ സത്യങ്ങളുണ്ടല്ലോ, അതും ഇതൊക്കെ സമാനമായ സംഗതികൾ തന്നെയല്ലേ? മുസ്ലിം സമുദായം അങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു. ക്രിസ്ത്യാനികളുടെ ഗ്രന്ഥമാണ് ബൈബിള്, ഹൈന്ദവരുടെ ഗ്രന്ഥമാണ് ഭഗവത്ഗീത, മുസ്ലിങ്ങളുടെ ഗ്രന്ഥമാണ് ഖുർആൻ. അങ്ങനെ ഉണ്ടോ? അങ്ങനെ എത്ര അബദ്ധമാണത്, എത്ര വലിയ അബദ്ധമാണത്! അങ്ങനെ ഒന്നും ഉണ്ടാവുമോ? ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പാസ്പോർട്ട് പുതുക്കിയ പാസ്പോർട്ടിൽ നമ്മളുടെ പഴയ അഡ്രസ്സൊക്കെ ഉണ്ടാവും, നമ്മളുടെ പേര് വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അത് കൊണ്ടുപോയി കളയാനുള്ളതാണ്. അതുമായിട്ട് എവിടെ രംഗത്ത് വന്നു പോകരുത്. രംഗത്ത് വേണ്ടെടുത്ത ആ രേഖയായിട്ട് അത് കൊണ്ടുവന്ന് സമർപ്പിച്ചു കഴിഞ്ഞാൽ മടക്കി അയക്കപ്പെടും. പുതിയ പാസ്പോർട്ട്, പുതുക്കിയ പാസ്പോർട്ട് അതുമായി വരണം. മറ്റതിൽ കുറെ രേഖയില്ലേ, മറ്റത് കുറെ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ജാതിക്കുന്ന ചില പുതിയ ആളുകളുമുണ്ട്, അത്തരം വാദം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന. അതിൽ കുറെ രേഖയുണ്ട്, സംഗതി ശരി, ആധികാരികമായിട്ട് ഇത് നടപ്പാക്കാൻ വേണ്ട സംഗതിയോ വല്ല രേഖയോ തെളിവോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, അത് ശരിയാണ്, അതിൽ വിശ്വസിക്കുകയൊക്കെ വേണം. അത് പഴയ പാസ്പോർട്ട് തന്നെ ആയിരുന്നു എന്ന് വിശ്വസിക്കണം. അല്ലാതെ അതാണ് ശരി എന്ന് പറഞ്ഞാൽ എല്ലാ രേഖകളും അങ്ങനെ തന്നെയാണ്, അപ്ഡേറ്റ് ചെയ്യപ്പെടണം. അപ്ഡേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതാണ് പിന്നെ രേഖ. അതിന്റെ മുമ്പുള്ളതുമായി എടുത്തു വന്നാൽ ഇതല്ലല്ലോ ഓനെ എന്ന് പറഞ്ഞ് നിഷ്കരുണം തിരിച്ചു പറഞ്ഞേക്കും. ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, കുടുംബമുണ്ട്, ഒരുപാട് പ്രയാസപ്പെട്ട് കാത്തിരുന്ന് ടിക്കറ്റ് എടുത്ത് ഇല്ലാത്ത കാശുണ്ടാക്കി വന്നതാണ് ഞാൻ. സൗദി അറേബ്യയിലേക്ക് അങ്ങോട്ട് എത്തുമ്പോ അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് അങ്ങോട്ട് ഫ്ലൈറ്റിലേക്ക് അങ്ങോട്ട് കയറുമ്പോ പറ്റില്ല മോനെ. അവിടെ ഈ മന്ത്രി പറഞ്ഞിട്ടും കാര്യമില്ല, MLA പറഞ്ഞിട്ടും കാര്യമില്ല, പ്രധാനമന്ത്രി പറഞ്ഞാലും കാര്യമില്ല, വിട്ടുകൊള്ളണമെന്നില്ല. കാരണം അത് നിയമലംഘനമാണ്. ഇനി പ്രധാനമന്ത്രി ഇവിടുന്ന് വിട്ടാലും സൗദി അറേബ്യയിലേക്ക് അത് കേട്ടുകയില്ല, പ്രധാനമന്ത്രി അത് വിളിച്ച് പറയുകയുമില്ല. ഈ സത്യം നമ്മളുടെ മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ടോ? ഇതാണ് യഥാർത്ഥ ഗ്രന്ഥം, ഇതാണ് ആധികാരിക ഗ്രന്ഥം, ഇനി ഇത് മാത്രമേ അള്ളാഹുവിൽ സ്വീകാര്യമാവുകയുള്ളൂ. ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. കാലോചിതമായി അവർക്ക് അത് അപ്ഡേറ്റ് ചെയ്തു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളാണ് അതിന് ഉത്തരം പറയേണ്ടി വരിക. നമ്മൾ പഠിപ്പിച്ചതൊക്കെ നമ്മുടെ മക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ കൊണ്ടുപോയി ചേർത്തിടത്തൊക്കെ അവർ നിന്നിട്ടുണ്ട്, നമ്മൾ പറഞ്ഞ കോഴ്സുകളൊക്കെ അവർ നേടിയെടുത്തിട്ടുണ്ട്. എന്തേ ഖുർആൻ കൊടുക്കാതിരുന്നത്? അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് കാലോചിതമായി അപ്ഡേറ്റ് ചെയ്യാൻ, എന്നിട്ട് ഇത് മാത്രമാണ് ആധികാരിക ഗ്രന്ഥം. അള്ളാഹു മനുഷ്യനെന്ന സൃഷ്ടിയിൽ നിന്ന് അള്ളാഹു എന്ന റബ്ബിലേക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഒരൊറ്റ നേർരേഖയുള്ളൂ, അത് ഖുർആനാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അള്ളാഹുവിനോട് 17 വട്ടം ചോദിച്ച് ഐച്ഛികമായി ഒരുപാട് വട്ടം വീണ്ടും ചോദിച്ച് ഉറപ്പുവരുത്തുകയും എന്നിട്ട് അള്ളാഹു പറയുന്നത്, അള്ളാഹു ഇതാണ് നിനക്ക് നൽകിയ ഗ്രന്ഥം, ഈ ഗ്രന്ഥമാണ് ആ വഴി, ഇതാണ് ആ കിതാബ്, നീ ചോദിച്ച കിതാബ് അതാണ് എന്ന് പറഞ്ഞ് അതിലൂടെ വഴി നടത്തുകയും ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര പ്രഗത്ഭരാണെങ്കിലും ശരി, നഷ്ടത്തിലാണ്. അതാണ് അള്ളാഹു പറഞ്ഞത്, വൽ അസ്ർ, കാലമാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ആ ലാഭത്തിലേക്ക് നമ്മൾ വരണം, ആ കൂട്ടായ്മയിലേക്ക് നമ്മൾ വരണം. അത് നമ്മളുടെ ബാധ്യതയാണ്. നോക്കൂ നിങ്ങൾ, എത്രയെത്ര തെളിവുകളാണ് ഭൂമുഖത്ത് അള്ളാഹു നിരത്തി വെച്ചിരിക്കുന്നത്.
നമുക്ക് കാണാൻ സാധിക്കും, ആധികാരികമായി ഖുർആനിന് സമാനമായ ഒരു രേഖയും ഒരു മേഖലയിലും കാണുക സാധ്യമല്ല. വിജ്ഞാനത്തിൽ ഏറ്റവും വലിയ വിജ്ഞാനം, ഖുർആനിനെ വെല്ലാവുന്ന വിജ്ഞാനം ലോകത്ത് ഒരാൾക്കും കൊണ്ടുവരിക സാധ്യമല്ല. ഖുർആനിനെ വെല്ലാവുന്ന ചരിത്രം ആദം നബി അലൈഹി ഇസ്ലാം മുതൽ ഇനി വരാനുള്ള കാലത്തേക്ക് ഉൾപ്പെടെ പറഞ്ഞു വച്ചിരിക്കുന്ന രേഖ സമാനമായി ഒരുത്തനും രചിക്കുക സാധ്യമല്ല. അതേപോലെ തന്നെ ധാർമ്മിക മേഖലയിൽ ഇതിനെ വെല്ലുന്ന ഒരു നിയമനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുക ഒരാൾക്കും സാധ്യമല്ല. മാത്രമല്ല, ആത്മാവ് ആരാണ്, എന്താണ് ആത്മീയം, ആത്മാവ് എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് നമുക്ക് ആത്മാവാണല്ലോ വലുത്. നിങ്ങളിപ്പോ എന്റെ സംസാരം കേൾക്കുന്നുണ്ട്, നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, എന്നെ ശരീരം കാണുന്നുണ്ട്, പക്ഷെ എന്നെ കാണുന്നില്ലല്ലോ. ഞാൻ ഇവിടെ നിന്ന് തളർന്നു കൊഴിഞ്ഞ് വീണ് മരിച്ചു കഴിഞ്ഞാൽ ആ പോകുന്നതാണ് ഞാൻ. ആ പോകുന്ന ഞാൻ ആർക്കും കാണാൻ സാധ്യമല്ലാത്ത നമ്മളെ കുറിച്ച് ആധികാരികമായി പറഞ്ഞു തരുന്ന ഭൂമുഖത്തെ ഏക ഗ്രന്ഥം അതാണ് വിശുദ്ധ ഖുർആൻ എന്നവർ. അതിന് സമാനമായ മറ്റൊരു ഗ്രന്ഥമില്ല. ഇത് ആവശ്യമില്ലാത്ത വിജ്ഞാനമാണോ സ്വന്തത്തെ കുറിച്ച് പറയുക? ആരെങ്കിലും സ്വന്തത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ റബ്ബിനെ അറിഞ്ഞു എന്നാണ് പറയുന്നത്. ആ സ്വന്തത്തെ കുറിച്ച് അറിയുക. അതേപോലെ തന്നെ ദൈവമുണ്ടോ ഇല്ലേ, ഉണ്ട് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തുന്ന സമാനതയില്ലാത്ത വിശുദ്ധ ഗ്രന്ഥം. മാത്രമല്ല, ഒന്നാണ്, ഒരുപാടുണ്ടോ ദൈവം? അതിലൊന്ന് മാത്രമേ ഉള്ളൂ വ്യക്തമായി പഠിപ്പിക്കുന്ന. അത് രണ്ടും കൂടെ ശരിയല്ലല്ലോ. ഏതോ ഇന്ന് പകലാണ് രാത്രിയാണെന്ന് പറഞ്ഞാൽ പകലാണ്, അതാണ് സത്യം. ഇപ്പത്തെ സത്യം അത് തന്നെയാണ്. കുറച്ചു കഴിഞ്ഞാൽ പകലായാൽ അപ്പോഴത് അത് സത്യമാവുകയുള്ളൂ. അതുവരെ സത്യം ഇത് തന്നെയാണ്. അതുകൊണ്ട് ഏകനായ റബ്ബ് അതാണ് സത്യം. അതല്ല സത്യമെങ്കിൽ എനിക്ക് കാണിച്ചു തരണം, പറഞ്ഞു തരണം, എനിക്കത് കിട്ടണം. ഇത് കിട്ടലും കിട്ടാതിരിക്കലും ഒരുപോലെയല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പരിണിതി ഒരുപോലെയല്ല. അതുകൊണ്ട് ആ ദൈവബോധം മനുഷ്യരിൽ ഉണ്ടാക്കുന്ന, അതേപോലെ തന്നെ ദിവ്യ സന്ദേശം കൃത്യമായി രേഖപ്പെടുത്തിയ ഏക ഗ്രന്ഥം, അതേപോലെ സമൂഹം ബാധിക്കുന്ന പ്രശ്നങ്ങളും അതിനുള്ള പ്രതിവിധികളും കൃത്യമായി പറഞ്ഞു തരുന്ന, തെറ്റുകയില്ല. ആ പ്രതിവിധി ഉപയോഗപ്പെടുത്തിയോ രക്ഷപ്പെട്ടിരിക്കും, അത് നടന്നിരിക്കും. അതാണ് പരിശുദ്ധ വേദഗ്രന്ഥം എന്ന് പറയാനുള്ള കാരണം. സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരമായിട്ട് വിശുദ്ധ ഖുർആൻ വെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതാണ് അള്ളാഹു നമ്മോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പരിഹരിക്കപ്പെടും ഉറപ്പാണ്, പക്ഷെ കൊണ്ടുപോയി വെച്ചോ? ആ പ്രശ്ന പരിഹാരത്തിലേക്ക് എത്തിക്കുന്നുണ്ടോ? അതേപോലെ തന്നെ നമുക്കറിയാം, രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ എന്ത് കഴിക്കണം, എന്ത് സംസാരിക്കണം, അതേപോലെ എന്തൊക്കെ നമുക്ക് പറയാം, എന്തൊക്കെ നമുക്ക് സമ്പാദിക്കാം, എന്തൊക്കെ ചെലവഴിക്കാം, എന്തൊക്കെ ഭക്ഷണമാണ് ഇവിടെ വിതരണം ചെയ്യേണ്ടത്, ഏതൊക്കെ നിരോധിക്കണം തുടങ്ങി അടിമുടി മനുഷ്യന്റെ വിദ്യാഭ്യാസം മുതൽ പുതിയ തലമുറ എങ്ങനെ ജീവിക്കണ്ടേ എന്ന് പോലും രാഷ്ട്രീയമാണല്ലോ ഫറോവ. പെൺകുട്ടി ജീവിക്കണം എന്ന് വെച്ചു, ആണ് ജീവിക്കണമെന്ന് അദ്ദേഹം വെച്ചു, വേണ്ടെന്ന് വെച്ചു. അതാ രാഷ്ട്രീയത്തിൽ തന്നെ പോയി ഇടപെടാതെ അവിടെ ഉപദേശിച്ച് നടന്നാൽ. അതുകൊണ്ടാണ് മൂസ അലൈഹി ഇസ്ലാം ആദ്യം തന്നെ അങ്ങോട്ട് കയറിയത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നമ്രൂദിന്റെ അടുത്തേക്ക് പോയത്. അവിടെയാണ് കാര്യം തീരുമാനിക്കുന്നത്. അത്ര പ്രധാനപ്പെട്ട മേഖലയിൽ എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുന്നാമെന്ന് കൃത്യമായി പറഞ്ഞു തരുന്ന പ്രവാചകൻ ഒരു ഭരണാധികാരി കൂടിയായിരുന്നു. അല്ല, അങ്ങനെ പറഞ്ഞാൽ പോരാ. പ്രവാചകന്റെ ലക്ഷ്യം തന്നെ അറബികളുടെ അനറബികളുടെ മുകളിൽ മേധാവിത്വം, അതാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇത് പ്രബോധനത്തിന്റെ 1-ാം തീയതി പ്രവാചകൻ പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മേഖലയിൽ അതാണ് എല്ലാം കൂടിയതാണ്. ആ മേഖലയിൽ ഇതിന് വെല്ലുന്ന ഒരു ഗ്രന്ഥം ഇന്നും ഭരണഘടനയാണ്, പല രാജ്യങ്ങളുടെയും ഭരണഘടനയാണ്. അതുപോലെ നമുക്ക് കാണാൻ സാധിക്കും സിവിൽ ക്രിമിനൽ നിയമം ഏറ്റവും ആധികാരികമായി ഒരു മനസാക്ഷിക്കും തള്ളിക്കളയാൻ സാധ്യമല്ലാത്ത വിധം, ഇത് തന്നെയാണ് സത്യമെന്ന് തോന്നുന്ന വിധം കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചു. പ്രവാചകൻ പ്രയോഗവൽക്കരിച്ചു. ഏതൊരു കാലഘട്ടത്തിലും ഏതൊരു സമൂഹത്തിലേക്കും അത് ഏതെങ്കിലും ഒരു സമൂഹത്തിലേക്ക് ഫിറ്റല്ല എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹ് പരിശുദ്ധനാണ്. ആ പരിശുദ്ധനായ നാഥനെ കുറിച്ചാണ് ഇവനിൽ കളങ്ക വിശ്വാസം. അതെങ്ങനെ? അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധനായ നാഥന്റെ പരിശുദ്ധി പോവും. അന്നൊരു ഗ്രന്ഥം ഇറക്കിയിട്ട് ഇന്ന സമൂഹത്തിൽ അത് ഫിറ്റായില്ലല്ലോ, ഇന്ന ഗോത്രത്തിൽ അത് ഫിറ്റായില്ലല്ലോ, ഇന്ന നാട്ടിൽ അത് ഫിറ്റായില്ലല്ലോ എന്ന് വന്നാൽ അല്ലാഹു സുബ്ഹാനല്ലാഹ് പരിശുദ്ധനാണ്. ആ ഒരു ബോധം നമ്മളിൽ ഉണ്ടാവണം. രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മേഖലയിൽ. അതേപോലെ തന്നെ പരലോകബോധം. ഇതിവിടെ അവസാനിക്കുകയില്ല എന്ന് കൃത്യമായി പറഞ്ഞു തരുന്നു. ഇതിവിടെ അവസാനിക്കുമെന്ന് ഒരാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു ജീവിതക്രമമായിരിക്കും. അങ്ങനെ വിചാരിച്ചവന്റെ ഒരു ജീവിതം ഒരു ക്രമത്തിലായിരിക്കും പോവുക. അല്ല, ഇതിവിടെ അവസാനിക്കുകയില്ല, ഇത് തുടക്കം മാത്രമാണ്. മരണത്തോടുകൂടി മനുഷ്യന്റെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുകയാണ് എന്ന തിരിച്ചറിയലോടുകൂടി അവന്റെ ദിശ തന്നെ മാറും. ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റുവാൻ, പരിവർത്തിപ്പിക്കുവാൻ ഏറ്റവും ശക്തമായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന രക്ഷാശിക്ഷകൾ ഉണ്ടല്ലോ, അതിന് സമാനമായ ഒരു രക്ഷാശിക്ഷ നിങ്ങൾക്ക് കാണുക സാധ്യമല്ല. ഏറ്റവും കറകളഞ്ഞ നീതി,
നീതിയില്ലാത്ത ഒരു കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിക്കുകയില്ല. അതേപോലെ പൂർവ്വ പ്രവാചകന്മാരെ കുറിച്ച്, അവർ കൊണ്ട് നടക്കുന്ന അവരിൽ ഉള്ള പ്രവാചകന്മാരെ കുറിച്ച് പോലും കൃത്യമായ വിവരം മുന്നോട്ട് വെക്കുന്ന ഏക ഗ്രന്ഥം അതാണ് നോഹയുടെയും സുലൈമാൻ നബിയുടെയും മൂസ പ്രവാചകന്റെയും ഈസാ പ്രവാചകന്റെയും ദുൽഖർനൈനും അസ്ഹാബുൽ കഹ്ഫിന്റെയും അതേപോലെ എല്ലാ പ്രവാചകന്മാരുടെയും ചിത്രം എന്താണ്, അതിന്റെ യാഥാർത്ഥ്യം ഒരിക്കലും തെറ്റുപറ്റാത്ത ചിത്രം മുന്നോട്ട് വെക്കുന്ന ഏക ഗ്രന്ഥം. മാത്രമല്ല, എന്തിനു വന്നു മനുഷ്യൻ കൃത്യമായി പറഞ്ഞു തരുന്നു. എവിടുന്ന് വന്നു മനുഷ്യൻ അത് കൃത്യമായി പറഞ്ഞു തരുന്നു. സംശയത്തിന്റെ പഴുതുപോലും ഉണ്ടാവുകയും കുരങ്ങിൽ നിന്നല്ല, ആദം എന്ന സൃഷ്ടിയിൽ നിന്ന് തന്നെയാണ് എന്ന് രേഖപ്പെടുത്തി കൃത്യമായി പറഞ്ഞു തരുവാൻ, മറ്റതൊക്കെ തെളിയിക്കാൻ സാധ്യമല്ലാത്ത അത് ഊഹങ്ങൾ മാത്രമാണ് മറ്റുള്ളവരൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ എവിടേക്കാ പോകുന്നത്, എന്താണ് മരണം, ആ അർത്ഥത്തിൽ തിരിച്ച് പരലോകത്തേക്ക് പോയി തിരിച്ചു വന്ന് കാണിച്ചു തന്ന് വ്യക്തമായി കണ്ടതായിട്ട് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് പരലോകം എന്ന് പറയുന്നത്. എന്തോ ഊഹങ്ങൾ പറയല്ല. പ്രവാചകൻ ഇസ്രാ മിഅ്റാജ് രാത്രിയിൽ എല്ലാ മതങ്ങളും പറയുന്ന സ്വർഗനരകങ്ങൾ കണ്ടിട്ട് വന്നിട്ടാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ആ അറിയിപ്പ് വല്ലാത്ത സത്യമാണ്. ഒരിക്കലും പ്രവാചകൻ കളന്നു പറഞ്ഞിട്ടില്ല എന്ന് അത് ലോകം മുഴുവനും ഇന്നും സാക്ഷ്യം വഹിക്കുന്നു. പ്രവാചകന്റെ ഒരു കളവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അൽ അമീൻ എന്നവർ വിശേഷിപ്പിച്ച. അതുകൊണ്ട് മാത്രമല്ല, വിശുദ്ധ ഖുർആന്റെ പ്രത്യേകതകൾ നോക്കൂ നിങ്ങൾ. നമ്മുടെ കുട്ടികൾക്ക് ഇത് സംസാരിക്കാനുള്ള കഴിവ് കൊടുക്കണം. അവർക്കും അറിയാം, നമുക്കും അറിയാം. അത് അവരെ എവിടുന്നെങ്കിലും കേട്ടോളും എന്ന് വെക്കാൻ പാടില്ല. അവർ ഇതിന്റെ കോഴ്സ് പൂർത്തിയാക്കണം. അവർ ഈ പഠനത്തിലേക്ക് കടന്നു വരണം. എന്നിട്ട് ഇതിന്റെ സർട്ടിഫിക്കറ്റും, അത് ഇഹലോകത്ത് വലിയ പ്രസക്തിയൊന്നുമില്ലെങ്കിലും അള്ളാന്റെ മുമ്പിൽ പ്രസക്തിയുണ്ട്. ഈ സർട്ടിഫിക്കറ്റിന്, ഈ വിശുദ്ധ ഖുർആനിലെ ആ സർട്ടിഫിക്കറ്റ്, ഖുർആന്റെ കോഴ്സ് പഠിച്ച് പൂർത്തിയാക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ കോഴ്സാണത്. ദാറുൽ അർഖമിൽ വെച്ച് പ്രവാചകൻ എല്ലാ ദിവസവും നടത്തിയ കോഴ്സാണത്. ഈ കോഴ്സിൽ നിന്ന് മുഖം തിരിച്ചു പോയവരൊക്കെ അവരുടെ ചരിത്രം എന്താണെന്ന് മക്കൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം. പുതിയ തലമുറക്ക് നമ്മൾക്ക് കാണിച്ചു കൊടുക്കണം. ആ കോഴ്സിലേക്ക് വന്നവന്റെ സ്ഥിതി എന്താണ് എന്നും പഠിപ്പിച്ചു കൊടുക്കണം. റോമ പേർഷ്യ സാമ്രാജ്യങ്ങൾ ഉൾപ്പെടെ ആ കാലഘട്ടത്തിൽ തന്നെ അധിപരായി മാറിയിട്ടുണ്ട് എങ്കിൽ മകനെ, ഇതിലാണ് നിന്റെ എല്ലാ സൗഭാഗ്യവും കിടക്കുന്നത്, ഇതിലാണ് നിന്റെ ജീവിതം കിടക്കുന്നത്. നോക്കൂ നിങ്ങൾ, തെറ്റുപറ്റാത്ത ഏക ഗ്രന്ഥം ഭൂമുഖത്ത് അതേ ഉള്ളൂ. മാറ്റങ്ങൾ വരാത്ത ഏക ഗ്രന്ഥം ഭൂമുഖത്ത് ഇതേ ഉള്ളൂ. തെറ്റുപറ്റിയിട്ടില്ലല്ലോ. 1400 കൊല്ലമായി വല്ല തെറ്റും ഇതിൽ ആർക്കെങ്കിലും കണ്ടെത്താൻ സാധിക്കുമോ? ഇ സി സൈമൺ മാഷർ എന്ന് പറയുന്ന ഒരു മാഷുണ്ട്. അദ്ദേഹം ക്രൈസ്തവ പുരോഹിതനായി വിശുദ്ധ ഖുർആന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടു അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹം ഖുർആനിനെ നെഞ്ചേറ്റു വാങ്ങി, അങ്ങനെ തന്നെ പറയും, നെഞ്ചേറ്റു വാങ്ങി. ഒരുപാട് ഗ്രന്ഥങ്ങൾ ഈ സമൂഹത്തിന് അദ്ദേഹം സമ്മാനിച്ചു. ഈ മലയാളികൾക്കിടയിൽ അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോ നാട്ടുകാരൊക്കെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനും പ്രശ്നങ്ങളാക്കാനും ഇത്തരം പുരോഹിതനായിരുന്നു. വലിയ പുരോഹിതനായിരുന്നു, ചെറിയ പുരോഹിതനൊന്നായിരുന്നില്ല, ക്രൈസ്തവ പാതിരിയായിരുന്നു. അദ്ദേഹത്തിന്റെ മാറ്റം ജനങ്ങളെ വല്ലാതെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ അദ്ദേഹത്തിനെതിരെ ഭീഷണി മുഴക്കി. അദ്ദേഹം ആ ഭീഷണിയെ ഒരു പ്രശ്നവുമില്ലാതെ തള്ളി. പക്ഷേ ആ ഭീഷണി പേടിച്ചുകൊണ്ട് വീടകത്ത് ചില ഇളക്കങ്ങൾ സംഭവിച്ചു. എന്താ വെച്ചാ നിങ്ങൾ ഇങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾക്കിങ്ങനെ പുതിയ മതവും, അതുകൊണ്ട് അതൊക്കെ പറഞ്ഞ് ഞങ്ങൾക്കൊക്കെ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട് എന്ന് കുടുംബത്തിലെ ചില ആളുകൾ, അതെനിക്ക് പ്രശ്നമാണ്, എന്റെ സമാധാനത്തിനും എന്റെ സ്വസ്ഥതക്കും പ്രശ്നമാണ്. അദ്ദേഹത്തിന് മനസ്സിലായി. ഉടനെ തന്നെ അദ്ദേഹം ഒരു ഗൃഹയോഗം വിളിച്ചു. വീട്ടിലും കുടുംബങ്ങളെയും വിളിക്കേണ്ട ആളുകളെ, പ്രധാനപ്പെട്ട ബന്ധുക്കളെ മുഴുവൻ വിളിച്ചു വരുത്തി അദ്ദേഹം ഒരു സദ്യ നടത്തി. ആ സദ്യക്ക് മുമ്പ് അല്പസമയം എനിക്ക് നിങ്ങൾ അനുവദിച്ചു തരണം എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയെ കൊണ്ടുവന്നു. പേരക്കുട്ടിയുടെ കയ്യിൽ അദ്ദേഹം തന്നെ എഴുതിയതാ. പേരക്കുട്ടിയുടെ കയ്യിൽ ബൈബിൾ വെച്ചു കൊടുത്തു. ഇംഗ്ലീഷിലുള്ള ബൈബിൾ വെച്ചു കൊടുത്തിട്ട് ആ ആ പേരക്കുട്ടിയോട് പറഞ്ഞു, നീ ഒന്ന് ഇതിലേതെങ്കിലും ഒരു ദൈവിക വചനം നീ കാണിച്ചുകൊണ്ടാ, ദൈവിക വചനം, ദൈവത്തിൻ്റെതായ ഏതെങ്കിലും ഒരു വചനം നീ കാണിച്ചുകൊണ്ടാ എന്ന് പറഞ്ഞ് ഈ മകൻ മൊത്തം മറിച്ചു, മൊത്തം വായിക്കാൻ ശ്രമിച്ചു. ഒക്കെ ലൂക്കോസിന്റെയും അതേപോലെ യോഹന്നാന്റെയും അതുപോലുള്ള കുറെ ആളുകളുടെ വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. യേശുവിൻ്റെതായിട്ട് പോലും ഒരു വാക്യം വളരെ അപൂർവം ഇനി ഉണ്ടെങ്കിൽ അത് യേശുവിൻ്റെതാ. ദൈവത്തിൻ്റെതായ ഒരു വചനവും അതിൽ കണ്ടെത്താൻ സാധിച്ചില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മനസ്സിലായോ ഇതിന്റെ അവസ്ഥ ഇതാണ്, എന്നാൽ ആ ഗ്രന്ഥം അങ്ങോട്ട് മാറ്റിവെക്ക്, എന്നിട്ട് ഇത് കയ്യിൽ എന്ത് മോനെ എന്ന് പറഞ്ഞു ഖുർആൻ കൊടുത്തു. ഖുർആൻ കൊടുത്തിട്ട് ആദ്യം മുതൽ അവസാനം വരെ അദ്ദേഹം ചോദിച്ചത് എന്താണെന്നറിയോ? ഇതിലേതെങ്കിലും ഒരു ദൈവികമല്ലാത്ത വചനം മോനെ കാണിച്ചുകൊണ്ടാന്ന് ദൈവികമല്ലാത്ത, ആദ്യം ഒരു ദൈവിക വചനം കാണിച്ചുകൊണ്ടാന്നാ പറഞ്ഞു. വേദഗ്രന്ഥാണ്. ഈ വേദഗ്രന്ഥം രണ്ടും ഒരുപോലെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് ചൂടിപ്പോകുന്ന ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി നമ്മളാ. അങ്ങനെ അവസാനം ഉടനീളം കുട്ടിമറിച്ചു. ദൈവത്തിൻ്റെതല്ലാത്ത ആ സാക്ഷാൽ പ്രവാചകന്റേതായ ഒരു അലിഫോ കസുറോ ഫത്തോ പോലും കണ്ടെത്താൻ കുട്ടിക്ക് സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നിട്ട് അദ്ദേഹം കുടുംബത്തോട് ചോദിച്ചു, നാട്ടുകാർ മുഴുവൻ എതിർത്താൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല,
പക്ഷെ നിങ്ങൾ പറയണം എന്നോട്, ഞാൻ ഏതാണ് ഫോളോ ചെയ്യേണ്ടത്, ഞാൻ ഏതാണ് പിൻപറ്റേണ്ടത് എന്ന് അദ്ദേഹം ചോദിച്ചു. ആർക്കും ഒരു ഉത്തരവുമില്ലായിരുന്നു. മാത്രമല്ല ആ കുടുംബത്തെ സ്വാധീനിക്കുവാൻ ആ ഒരൊറ്റ ഊടിയിരുത്തം സാധിച്ചു. നമ്മൾ ഇങ്ങനെ ഖുർആൻ സമ്മേളനം നടത്തിയിട്ടുണ്ടോ? നോക്കൂ നിങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനി പെണ്ണിന്റെ കൂടെ പോവുക. ക്രിസ്ത്യാനി പെണ്ണിന്റെ കൂടെ പോയിട്ട് അഹ്ൽ കിതാബുകാരെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന്, അങ്ങനെ അഹ്ൽ കിതാബുകാരെ കല്യാണം കഴിച്ചതായിട്ട് മോനെ ഇവിടെ ഒരു ക്രിസ്ത്യാനിക്കൊന്നും കല്യാണം കഴിച്ചു കൊടുക്കാൻ ഇങ്ങനെ ഒരു സംവിധാനമൊന്നും ഇല്ല ഇവിടെ എവിടെയും, അങ്ങനെ സാധ്യമല്ലല്ലോ എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞു നോക്കുമ്പോ പിന്നെ ദൈവവിശ്വാസം ഇല്ലായ്മയാണ് പിന്നെ കാണുന്നത്. കാരണം എന്താണ്? ദൈവവിശ്വാസം എന്ന് പറയുന്നത് കിട്ടിയിട്ടില്ല. അപ്പൊ അത് പിന്നെ അതിനെ മറികടക്കാണ്. ഇനി അത് പറ്റില്ലെങ്കിൽ എനിക്ക് അത് വേണമെന്ന് പറയുന്ന ഒരുപാട് അനുഭവങ്ങൾ, ഒന്നും രണ്ട് അനുഭവങ്ങളൊന്നും, ഇന്നലത്തെ ഒരു കാര്യം മാത്രമൊന്നുമല്ല, ദിവസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, നമുക്കങ്ങനെ ക്രിസ്ത്യാനിയായ ഒരു പെണ്ണിനെ നിക്കാഹ് കഴിച്ചു കൊടുക്കാൻ കഴിയുമോ? നിക്കാഹ് കഴിച്ചില്ലെങ്കിലോ പിന്നെന്താണ്? രജിസ്റ്റർ മാരേജ് ചെയ്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് മണിയറ ഒരുക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ? ഇസ്ലാം വളരെ നിബന്ധനയാണത്. ഇസ്ലാമിലത് നിബന്ധനയാണ്. അതുകൊണ്ട് പുതിയ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയും 4ൽ 3 മോനെ നിനക്ക് നഷ്ടപ്പെടുക. 4ൽ 3 ദീനിന്റെ 4ൽ 3 പോവുക. അത് പോയാൽ നിനക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ പരലോകത്ത് അങ്ങനെ ഒരു പെണ്ണുമായി കുട്ടികളുമായി മാത്രമല്ല പ്രശ്നങ്ങളാണ് വരിക മോനെ, പ്രശ്നങ്ങളാണ് വരിക. കാരണം എന്താണ്? നീ അങ്ങനെ മുന്നോട്ട് പോയി, നിങ്ങൾക്ക് മക്കളുണ്ടായി, ഏത് രീതിയിലാണ് നീ വളർത്തുക? ക്രിസ്ത്യാനിയാക്കി വളർത്താനോ അമ്മക്ക് വിട്ടുകൊടുക്കണോ? അല്ല, മുസ്ലിമായി വളർത്താൻ നീ ശ്രമം നടത്തുമ്പോ എനിക്കറിയാം, എന്റെ മാറത്ത് വീണ് പൊട്ടി പൊട്ടി തേങ്ങിക്കരഞ്ഞ ഒരു ഡോക്ടറെ എനിക്കറിയാം ബാംഗ്ലൂരിൽ നിന്ന്. വിട്ടുതരുന്നില്ല. ഭാര്യ ഒരു നിലക്കും 3 മക്കളുണ്ട്. ആ ഭാര്യ, ഒരു കുട്ടി മദ്രസയിൽ വിടാൻ ഭാര്യ വിട്ടുതരുന്നില്ല. അവസാനം ഞാൻ ഒരുപാട് കൗൺസിലിങ്ങിന് വിധേയപ്പെടുത്തിയപ്പോ ആ പെണ്ണ് പറയുകയാണ്, നിങ്ങൾ എന്നെ കണ്ടപ്പോഴേക്കും, എന്റെ മൊഞ്ച് കണ്ടപ്പോഴേക്കും എന്റെ കൂടെ ഓടി വരികയും നിങ്ങളുടെ മാതാപിതാക്കളെ ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് തെറ്റാണെന്ന് പോലും മനസ്സിലാക്കി തിരുത്തുവാൻ നിങ്ങൾ സന്നദ്ധമല്ല എങ്കിൽ അത്തരം ഒരാളുടെ ദീനിനെ സ്വീകരിക്കാൻ എനിക്ക് സാധ്യമല്ല. അതിനേക്കാളും നല്ലത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചടിച്ചു. അദ്ദേഹം അത് കുടുങ്ങിപ്പോയതാണ്. ഇസ്ലാമിക ബോധമൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഭാര്യ, ഒരു കുട്ടി വേറെ ഉണ്ട്. അവസാനം ഡോക്ടറാണ്, MBBS ഒക്കെ കഴിഞ്ഞ് ആ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ നിന്ന് എന്ത് സംഭവിച്ചു? ഇവർ തമ്മിൽ പ്രേമത്തിലായതാണ്. അങ്ങനെ പോന്നതാണ്. ഇപ്പൊ നിവൃത്തിയില്ല, പൊട്ടിക്കരയാണ്. അവസാനം അറ്റാക്കാണെന്ന് കേട്ടു. അദ്ദേഹത്തിന് അറ്റാക്കാണെന്ന് കേട്ടപ്പോ അദ്ദേഹത്തെ സന്ദർശിക്കുകയും ബന്ധപ്പെടുകയും അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഇതിൽ ഒരു സമാധാനം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അദ്ദേഹം മരിച്ചു വീഴാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമീപിക്കേണ്ട അവസ്ഥ വരെ വന്നു. നോക്കൂ നിങ്ങൾ, ഇതൊരു യാഥാർത്ഥ്യമാണ്. അള്ളാഹു ഉണ്ടോ ഇല്ലേ? ഇതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഖുർആന്റെ ഭാഷ എടുത്തു നോക്കൂ നിങ്ങൾ. കുട്ടികളോട് പറയണം, സമാനതയായ വല്ല ഭാഷയും ഭൂമുഖത്തുണ്ടോ? ഇല്ലല്ലോ. സമാനമായ വല്ല ഭാഷയും ഭൂമുഖത്തുണ്ടോ? 400 പഴക്കമുള്ള ഒരു ഭാഷയും ഭൂമുഖത്തില്ല എന്ന് പറഞ്ഞു. കുട്ടികളോട് റിസർച്ച് ചെയ്യാൻ വേണ്ടി പറയൂ നിങ്ങൾ. മാത്രമല്ല 100 കൊല്ലം പഴക്കമുള്ള ഒരു ഭാഷയും ഇല്ല. അത് തിരിയില്ല, മാറ്റത്തിന് വിധേയപ്പെട്ടിട്ടല്ലാതെ. നോക്കൂ നിങ്ങൾ, കഴിഞ്ഞ കാലത്ത് നമുക്ക് അറിയാൻ സാധിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ ഇംഗ്ലീഷ് ഏതാനും ഒരു 100 കൊല്ലം ഒന്നും വേണ്ട, ഏതാനും നോക്കൂ നിങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റത്തില് ഷേക്സ്പിയറിന്റെയും ബെർണാഡ് ഷേയുടെയും സോക്രട്ടീസിന്റെയും അതേപോലെ തന്നെ ടോൾസ്റ്റോയുടെ ഒക്കെ ഗ്രന്ഥങ്ങൾ മനസ്സിലാവില്ലെന്ന്. അത് മാറിപ്പോയി, ആ ഭാഷ തന്നെ പോയി. മലയാളത്തെ നോക്കൂ നിങ്ങൾ, ഒരു 100 കൊല്ലം മുമ്പുള്ള മലയാളം ആർക്കെങ്കിലും തിരിയോ? ഒരു കല്യാണക്കത്ത് വായിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു കുറിക്കല്യാണക്കത്ത് കിട്ടിയിരുന്നു ആരോ ഒന്ന് അയച്ചത്, ഒന്നും മനസ്സിലാവുന്നില്ല. അത്രത്തോളം ഭാഷ മാറ്റപ്പെടുന്നു. എന്നാൽ ഇന്ന് സംസാരിക്കാവുന്ന ഒരൊറ്റ ഭാഷ ഭൂമുഖത്ത് അല്ലാഹു അവശേഷിപ്പിച്ചിട്ടുണ്ട്. 1400 കൊല്ലം മുമ്പുള്ള ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വരികയാണെങ്കിൽ, ഗാന്ധിജി പറഞ്ഞ മഹാനായതുകൊണ്ടാണ് ഞാനത് ഇന്ത്യയിൽ പ്രത്യേകം പരാമർശിച്ചത്. അബൂ ഖുസ്ലാം അതിനേക്കാളും വലിയ മഹാനാണ്, അതൊരു സംശയമില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വരികയാണെങ്കിൽ ലോകത്തോട് സംസാരിച്ചാൽ അത് തിരിയുന്ന ആളുകൾ ഈ കോൾസ്മാർക്ക് വഴിയിൽ തന്നെ ഉണ്ട്. ലോകത്തിന്റെ മുക്കുമൂലകളിൽ മുഴുവനുണ്ട്. അതിന് സംസാരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപാടുകൾ നടത്തുവാനും പറ്റും അദ്ദേഹത്തിന്റെ ഭാഷ. അങ്ങനെ ഒരു ഭാഷയെ ഭൂമുഖത്തുള്ളൂ, അതാണ് അറബി. ഇത് നമ്മുടെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇങ്ങനെ സംരക്ഷിക്കപ്പെടുന്ന, അന്ത്യനാൾ വരെ സംരക്ഷിക്കപ്പെടുന്ന ഒരേ ഒരു ഭാഷയെ ഭൂമുഖത്തുള്ളൂ മോനെ, അതിതാണ് കേട്ടോ. ഈ ഭാഷ നിനക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ഇത് വായിച്ചാൽ നിനക്ക് കിട്ടണം മോനെ. അവൻ കിട്ടും, ഉറപ്പാണ്. ഇംഗ്ലീഷ് പഠിച്ചല്ലോ മകൻ. അതിനുവേണ്ടി എന്തൊക്കെ വേണം അതൊക്കെ റിസർച്ച് ചെയ്യാനോ ഒക്കെ അവന് കഴിയും. എന്തേ അറബി കിട്ടാതെ പോയത്? അതിനേക്കാളും ലളിതമാണ്. വലഖദ് യസ്സർനൽ ഖുർആന, വിശുദ്ധ ഖുർആൻ ഇത് എളുപ്പമാക്കി തന്നിരിക്കുന്നു. ആരെങ്കിലും ഖുർആൻ പഠിക്കാൻ തയ്യാറുണ്ട് എങ്കിൽ അവർക്ക് ഞാൻ ഇതാ എളുപ്പമാക്കി വെച്ചിരിക്കുന്നു. എളുപ്പമാണ്. 30 ജുസ് മനഃപ്പാടമാക്കുന്ന കുട്ടികളെ കാണാൻ നോക്ക് നിങ്ങൾ, എത്ര എളുപ്പമാണത്. കുട്ടിയല്ല അത് പഠിക്കുന്നത്.
അപ്പൊ മനുഷ്യൻ അങ്ങനെ ഒരു കഴിവുണ്ടല്ലോ, അതാണല്ലോ കഴിയുമല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കുവാൻ ഖുർആനിന്റെ ഭാഷ, അറബി ഭാഷ ലോകത്തിന്റെ മുക്കുമൂലകളിൽ അല്ലാഹു വിതറിയിരിക്കുന്നു. ഇന്നും അങ്ങനെയാ, വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. ഇംഗ്ലീഷ് ഭാഷയില്ലാത്ത ഒരുപാട് നാടുകളുണ്ട്. എന്നാൽ അറബി വിശ്വാസികളുള്ള സമൂഹം, അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആനാണ്. അർത്ഥമറിയാതെ വായിക്കപ്പെടുന്ന ഏക ഗ്രന്ഥം അത് മുഖത്തുള്ളൂ. ബൈബിൾ എന്ന് പറയുന്നത് ആ ഭാഷയിൽ, ഒരേ ഭാഷയിൽ എവിടെയില്ല ലോകത്ത്. മലയാളത്തിലെ ബൈബിളെ ഇവിടെ കിട്ടുള്ളൂ. അത് വേറെ നാട്ടിൽ തന്നെ വേറെ ബൈബിളാണ്. അത് ചില പുസ്തകങ്ങൾ മാത്രമാണ്. ഞാൻ വിമർശിക്കാൻ വേണ്ടി ഖുർആനിൽ സമാനമായിട്ട് വെക്കരുത് എന്നാണോ? നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഒരാളൊരു പുസ്തകം എഴുതി, ആ പുസ്തകത്തിൽ കുറെ ദൈവവചനങ്ങൾ ഉണ്ടായാൽ അത് ഗ്രന്ഥമാവോ? അതേപോലൊരു ഗ്രന്ഥം മാത്രമാണ് ബൈബിൾ, മറ്റു ഗ്രന്ഥങ്ങളൊക്കെ. എന്നാൽ ഒരൊറ്റ കൂട്ടിച്ചേർക്കലും ഇല്ലാത്ത, ലോകത്തിന്റെ മുക്കുമൂലം മുഴുവനും വ്യാപകമായി ഒരുപോലെയുള്ള ഏക ഗ്രന്ഥം, അർത്ഥമറിയാതെ പോലും ഓതപ്പെടുന്ന ഏക ഗ്രന്ഥം, ഭൂമുഖത്ത് വിശുദ്ധ ഖുർആൻ. അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ കോപ്പികളുള്ള, കോടാനുകോടികൾ കാണാതെ പഠിക്കുന്ന ഏക ഗ്രന്ഥം. അതാണ് വിശുദ്ധ ഖുർആന്റെ പ്രത്യേകത. കുട്ടികൾക്ക് കിട്ടണം. കുട്ടി അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങും. ഇതങ്ങോട്ട് കൊടുത്താൽ ചോദ്യം ചെയ്യുന്ന ക്യാമ്പസിൽ കുട്ടി സംസാരിക്കും, പ്രസംഗിക്കും. നിങ്ങൾ ആ പറയുന്നത് പോലെയല്ല. ഇത് തീവ്രവാദമല്ല, ഭീകരവാദമല്ല, ഇത് സത്യമാണ്. ചിലപ്പോൾ 4 അടി കിട്ടി നോക്ക് വരും. ആ 4 അടി കിട്ടുന്നതോടുകൂടി ക്യാമ്പസ് ഇളകുകയും ചെയ്യും. ആരാ അവനെ തല്ലാൻ എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ടാവും. ഒരു നാലാളെങ്കിലും തല്ലല. അതിന് എന്താ ഖുർആനെ കുറിച്ച് സംസാരിച്ചാൽ ഇവിടെ? പക്ഷെ സംസാരിക്കാനുള്ള ശേഷി നൽകിയോ നമ്മുടെ മക്കൾക്ക്? ആ അടിയാണ് അവന് കിട്ടിയ ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹം. ആ അടി നെഞ്ചേറ്റു വാങ്ങിയ, അതാണ് ബദരീങ്ങൾ എന്ന് പറയുന്നത്. ആ അടി നെഞ്ചേറ്റു വാങ്ങിയ, അതാണ് ഉഹുദീങ്ങൾ എന്ന് പറയുന്നത്. അവർക്ക് പരാജിതരായിരുന്നു ഖുർആൻ കയ്യിൽ എന്തിയിട്ട്. അതിന്റെ പേരിൽ, അടി കിട്ടിയതിന്റെ പേരിൽ ഇല്ല. അവരാണ് വിജയശ്രീലാളിതർ. അബൂജഹൽ എവിടെ കൂട്ടരെ? ഉത്തുബത്ത് എവിടെ കൂട്ടരെ? ശൈബത്ത് എവിടെ കൂട്ടരെ? അബൂലഹബ് എവിടെ? ജ്വാലമുഖനായിരുന്നു, ഭയങ്കര സമ്പന്നനായിരുന്നു, എന്തോ ഒരു പണവും പ്രതാപിയുമായിരുന്നു. പക്ഷെ അനാഥനായ പ്രവാചകൻ ഇന്നും അദ്ദേഹം മരിച്ചതിന് ശേഷവും പ്രശംസിക്കപ്പെടുന്നവനായി. അതാണ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അർത്ഥം, വാഴ്ത്തപ്പെടുന്നവൻ. എല്ലാ അർത്ഥത്തിലും പ്രശംസിക്കപ്പെടുന്ന, സലാം ചെല്ലപ്പെടുന്ന അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹലോകത്ത് വെച്ച് തന്നെ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഖുർആനാണ്. അതുകൊണ്ട് ആ ഖുർആൻ നെഞ്ചേറ്റു വാങ്ങുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ നോക്കും നിങ്ങൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൈകലർത്തലില്ലാത്ത ഏക ഗ്രന്ഥം. കൈകടത്തിയൊന്നും നേരത്തെ മറിച്ചിട്ട് കഴിഞ്ഞിരുന്നു മറ്റു ഗ്രന്ഥങ്ങളൊക്കെ. മാത്രമല്ല സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, തൻസീലുൽ കിതാബി മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിൽ നിന്ന് ഇറങ്ങിയ. എങ്ങനെ ഏതെങ്കിലും ഭൂമുഖത്തിൽ കണ്ടു? ഒരു കവിത പോലെ ഒരുപാട് കവിത ഉണ്ടാക്കാം, ഒരു നോവൽ പോലെ ഒരുപാട് നോവൽ ഉണ്ടാക്കാം, അതിനേക്കാളും നല്ലത്. ഒരു വീട് പോലെ ഒരുപാട് വീട്, അതിനേക്കാളും നല്ലതുണ്ടാക്കാം. ഒരു പാട്ട് എന്ത് പോലും, സംഗീതത്തിലാണെങ്കിൽ ഏറ്റവും നല്ല ഗാനമെന്ന് നമ്മൾ വിശ്വസിച്ച ഒരുപാട് ഗാനം, ഇനി ഇതിനെ വെല്ലുന്ന ഒരു ഗാനം ഇനി വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. എത്ര ഗാനങ്ങളാ അതിനെയൊക്കെ തേച്ചു മായ്ച്ചു പോയത്. എന്നാൽ ഒരു ഖുർആനിന് സമാനമായിട്ട് മറ്റൊരു ഖുർആൻ പോയിട്ട് ഒരായത്ത് പോലും അല്ലാഹു പറയുന്നത്, വൈൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബി സൂറത്തിൻ മിൻ മിസ്ലിഹി വദൂ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. നാം നമ്മുടെ ദാസന് അവതരിപ്പിച്ച ഈ ഗ്രന്ഥമുണ്ടല്ലോ, അത് നമ്മിൽ നിന്നുള്ളത് തന്നെയാണോ എന്ന് നിങ്ങളിൽ ആരെങ്കിലും വല്ല അർത്ഥത്തിലും സംശയിക്കുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലുള്ള ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരും. 114 അധ്യായം ഉണ്ടല്ലോ. ആ 114 അധ്യായങ്ങളിൽ ഒന്നുവെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ. മാത്രമല്ല, അതിന് നിങ്ങൾ ഒറ്റയ്ക്ക് പണിയെടുക്കണ്ട. നിങ്ങൾക്ക് കിട്ടാവുന്ന, അള്ളാഹുവിനെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന മുഴുവൻ ശക്തികളെയും കൂട്ടാളികളെയും നിങ്ങൾ സഹായം തേടിക്കൊള്ളുക. സത്യവാന്മാരാണെങ്കിൽ നിങ്ങൾ ഇത് കാണിക്കണം, അല്ലെങ്കിൽ കള്ളന്മാരാ നിങ്ങൾ ഇത് വിശ്വസിക്കുന്നില്ല, ഇതിനെ നിങ്ങൾ ഈ ഒരു വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ കള്ളന്മാരാണ്. ഈ വിശുദ്ധ ഖുർആൻ ആണെന്ന് മനസ്സിലാക്കിയിട്ടും അതിലേക്ക് തിരിയാതെ കള്ളപ്പെടുത്തി അതിനെ നിങ്ങൾ തള്ളിക്കളഞ്ഞു. അതിനെ സത്യപ്പെടുത്താൻ നിങ്ങൾ കയറി വന്നില്ല. അതുകൊണ്ട് സത്യസന്ധരാണെങ്കിൽ നിങ്ങൾ ഇത് കാണിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഈ ആയത്തിറങ്ങിയപ്പോ കഅബയിൽ കെട്ടി തൂക്കിയ ചരിത്രമൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും സഹോദരങ്ങളെ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഞാൻ നിങ്ങളുടെ കുതുബയിൽ മുഖദ്ദിമയിൽ ഓതി കേൾപ്പിച്ച സൂറത്ത് ബുറൂജിലെ അവസാന ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. ബലില്ലദീന കഫറു ഫീ തക്ദീബ് വല്ലാഹു മിൻ വറാഇഹിം മുഹീത് ബൽ ഹുവ ഖുർആനുൻ മജീദ് ഫീ ലൗഹിൻ മഹ്ഫൂദ്. പക്ഷേ ഇതിനെ നിഷേധിച്ച ആളുകളുണ്ടല്ലോ, ഇതിനെ പരിഗണിക്കാത്ത ആളുകൾ, കുഫർ എന്ന് പറഞ്ഞാൽ പരിഗണിക്കേണ്ട വിധം പരിഗണിക്കാതിരിക്കല, നിഷേധിക്കലും പരിഗണിക്കേണ്ട വിധം പരിഗണിക്കാതിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ ആ നിഷേധത്തിന്റെ വഴിയിലൂടെ, നിഷേധികളുടെ വഴിയിലെ അവിടെ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരുടെ പുറകിൽ അല്ലാഹു വലയം ചെയ്തിട്ടുണ്ട് കേട്ടോ.
ഈ ഖുർആനിനെ ഇമാമാക്കാത്ത മനുഷ്യകുലത്തിന്റെ മുഴുവനും ഏത് കാലഘട്ടത്തിലാണെങ്കിലും അവരുടെ പുറകിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വലയം ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ വല വേടിക്കുന്നവർക്ക് പോവുക സാധ്യമല്ല. ഇവർ തള്ളിയതിനാൽ ഈ ഖുർആനിനൊന്നും പോരാൻ സാധ്യമല്ല കൂട്ടരെ, അതും പറയണം. ഇവർ തള്ളിക്കളഞ്ഞു എന്ന് കരുതി ഈ ഖുർആനിനൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം എന്താണ്? ഈ ഖുർആൻ ഔന്നത്യമുള്ള സുരക്ഷിതമായ ഫലകത്തിൽ അത് സുരക്ഷിതമായി ഉല്ലേഖനം ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് ഇതിനെ നിഷേധിക്കുന്ന ആളുകളെ ഫോളോ ചെയ്തുകൊണ്ട് ഏതെങ്കിലും മേഖലയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു, എന്നിട്ട് അറിയാതെ തന്നെ അങ്ങോട്ട് മരിച്ചു പോകുന്നുവെങ്കിൽ നമ്മളും അതിൽ പെട്ടുപോകും. നല്ല ബോധത്തോടുകൂടി ഖുർആനിലേക്ക് കുടുംബസമേതം എത്തിപ്പെടുവാനും അതിനെ കാലോചിതമായി വായിക്കുക മാത്രമല്ല അതിനെ പ്രയോഗവൽക്കരിക്കുവാനും നമ്മൾ മുന്നോട്ട് വരുന്നില്ല എങ്കിൽ നമ്മളുടെ ആയുസ് നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ വന്നിട്ട് തിരിച്ചെടുക്കാൻ സാധ്യമല്ല കൂട്ടരെ. ഈ ഖുർആനിന് വേണ്ടിയുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ആയുസ്. അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. അവന് സംസാര ശേഷി നൽകി. പരമകാരുണികൻ അവൻ ഖുർആൻ നൽകി, എന്നിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. ഖുർആനാണ് ഒന്നാമത്. ഖുർആൻ നൽകിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചു. ഖലഖൽ ഇൻസാൻ. എന്നിട്ട് ഖുർആനിന് വേണ്ടി സംസാരിക്കുവാനും പഠിക്കുവാനും പഠിപ്പിക്കുവാനും അവന് സംസാര ശേഷിയും നൽകി. ഖുർആനിന് മാത്രം അത് നൽകിയില്ല, ബാക്കി പലതിനും നൽകിയെങ്കിൽ അത് ലക്ഷ്യം നഷ്ടപ്പെട്ടു. സൃഷ്ടിപ്പിന്റെ തന്നെ ലക്ഷ്യം നഷ്ടപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.